ഇത് 2026 കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗം പിറന്നിരിക്കുന്നു. പതിറ്റാണ്ടുകളായി കേരളം കണ്ടുകൊണ്ടിരുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനും ജാതിമത സംഘടനകളുടെ ഭീഷണികൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് വി.ഡി. സതീശൻ എന്ന കരുത്തൻ മുഖ്യമന്ത്രി കസേരയിലേക്ക്. ഇത് വെറും ഭരണമാറ്റമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നാടിനെ മുൾമുനയിൽ നിർത്തിയിരുന്ന ചില പ്രമാണിമാർക്കെതിരെയുള്ള ജനങ്ങളുടെ മറുപടിയാണ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പതിവുള്ളൊരു കാഴ്ചയുണ്ട്. പെരുന്നയിലെ മന്നം ഭവനിലും ആലപ്പുഴയിലെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലും ഇടവകളിലും പള്ളികളിലും രാഷ്ട്രീയ നേതാക്കൾ ക്യൂ നിൽക്കും. ശരി ദൂരത്തിനും തുല്യനീതിക്കും വേണ്ടി അവർ വാദിക്കും. പക്ഷെ സതീശൻ വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വർഗീയതയുടെ വോട്ട് വേണ്ട. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ആഞ്ഞടിച്ചു. തങ്ങൾമാരും ബിഷപ്പുമാരും സമ്മർദ്ദം ചെലുത്തി. പക്ഷെ ഈ ലീഡേഴ്സിനെ നോക്കി ചിരിക്കാൻ സതീശന് ധൈര്യം നൽകിയത് കേരളത്തിലെ സാധാരണക്കാരാണ്. ഈ നേതാക്കൾ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുമ്പോൾ അണികൾ ഇപ്പോഴും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. നമുക്ക് കണക്കുകൾ നോക്കാം. ഈ സംഘടനകൾ വിചാരിച്ചാൽ വോട്ട് മറിക്കാം എന്നുള്ളത് മിഥ്യാധാരണയാണെന്ന് ഈ 2026 തെളിയിച്ചു. UDF നേടിയത് 102 സീറ്റുകൾ. INC ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടി കരുത്തു തെളിയിച്ചു. NSSും SNDPയും ഒരു പ്രത്യേക പക്ഷത്തോട് വോട്ട് ചെയ്യണമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിട്ടും ജനങ്ങൾ വോട്ട് ചെയ്തത് ഭരണവിരുദ്ധ വികാരത്തിനും വികസനത്തിനും വേണ്ടിയിട്ടാണ്. മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് തങ്ങൾമാരുടെ കയ്യിലാണെന്ന് പറഞ്ഞവർക്ക് തെറ്റി. സാധാരണക്കാരായ വിശ്വാസികൾക്ക് വേണ്ടത് വികസനമാണ്, പ്രീണനമല്ല. സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൈവരിച്ച 28.79% വോട്ട് വിഹിതം കാണുന്നത് ജാതിക്കപ്പുറം ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു എന്നതാണ്. ഇത്രയും കാലം കേരളം കണ്ടത് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. പകൽ വെളിച്ചത്തിൽ തമ്മിലടിക്കുകയും ഇരുട്ടിൽ ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്ന രീതി. സമുദായ നേതാക്കളെ സുഖിപ്പിച്ചാൽ ഭരിക്കാമെന്ന അവസ്ഥ. എന്നാൽ വി.ഡി. സതീശൻ ആ ലൂപ്പ് ബ്രേക്ക് ചെയ്തു. അദ്ദേഹം നേതാക്കളെയല്ല, ജനങ്ങളെയാണ് നേരിട്ട് കണ്ടത്. സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കാൻ ജനങ്ങളെ പണയപ്പെടുത്തുന്ന നേതാക്കളുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ ലൈവാണ്. അവർക്ക് സത്യങ്ങൾ അറിയാം. പുതിയ മുഖ്യമന്ത്രിക്ക് വലിയ വെല്ലുവിളികളുണ്ട്. ഖജനാവ് കാലിയാണ്, തൊഴിലില്ലായ്മ രൂക്ഷമാണ്. പക്ഷെ സമുദായ നേതാക്കളുടെ ഭീഷണികൾക്ക് വഴങ്ങാത്ത ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് എന്നത് വലിയൊരു ആശ്വാസമാണ്. നമ്മുടെ വോട്ട് നമ്മുടെ അവകാശമാണ്. അത് ആർക്കും വിൽക്കാനുള്ളതല്ല എന്ന് നമ്മൾ തെളിയിച്ചു. ഇനി കേരളം മുന്നോട്ട് വളരട്ടെ, ഭയമില്ലാതെ, പക്ഷഭേദമില്ലാതെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.